ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ബാലേന്ദ്രനും ഗോവർദ്ധനനും കൂടി യാത്രയൊക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിൽ വന്ന് കയറുകയാണ്. അപ്പോൾ വീട്ടിൽ കയറാൻ നേരം ബാലേന്ദ്രൻ പറയും, നമ്മൾ വഴിയിൽ വെച്ച് കണ്ടതും കേട്ടതൊന്നും ഇവിടെ ആരോടും പറയരുത്, അതെല്ലാം മനസ്സിൽ തന്നെ ഇട്ടേക്കണമെന്ന്. അപ്പോൾ ഗോവർദ്ധനൻ പറയും, എനിക്ക് ബാലേട്ടൻ്റെ കാര്യം ഓർത്തിട്ടാണ് ടെൻഷൻ. ഇത്രയും വലിയൊരു തീക്കുണ്ടം മനസ്സിലിട്ടിട്ടല്ലേ നടക്കണത്. അതൊന്നും സാരമില്ലടോ, അതൊക്കെ താൻ മറന്നേക്ക്. എന്തായാലും ഒരു ചായ കുടിച്ചിട്ട് പോവാം, പിന്നെ രോഹിത്തിൻ്റെ അടുത്ത് നിന്ന് കാറിൻ്റെ കീയും വാങ്ങിക്കാം. അതും പറഞ്ഞ് ബാലേന്ദ്രൻ ഗോവർദ്ധനെയും കൂട്ടി വീട്ടിലേക്ക് കയറി വരികയാണ്. ബാലേന്ദ്രൻ കയറി വരുമ്പോൾ തന്നെ അലീനേനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണയാണ് വരുന്നത്. ആ, അച്ഛനെ എത്തിയോ? അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കും, രോഹിത്തും ബബിത എവിടെയെന്ന്. രോഹിത്തേട്ടൻ മുകളിലുണ്ട്, ബബിതേശ് ഇവിടെ എവിടെ ഉണ്ടായിരുന്നു. എന്നാൽ രോഹിത്തിനോട് ആ കീ ഒന്ന് കൊണ്ടുവരാൻ പറയുമെന്ന് പറയും. അങ്ങനെ കൃഷ്ണ രോഹിത്തിനോട് കീ വാങ്ങിക്കാൻ വേണ്ടി മുകളിലേക്ക് പോവും. അപ്പം നമ്മുടെ അലീന വരുന്നത് കാണുമ്പോൾ ഗോവർദ്ധനൻ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അലീന വന്നിട്ട് ചോദിക്കും, രണ്ടുപേരും രാജ്യസഞ്ചാരമൊക്കെ കഴിഞ്ഞ് എത്തിയോ? രണ്ടുപേരും ഒരുപാട് അലഞ്ഞ ലക്ഷണമുണ്ടല്ലോ, അച്ഛൻ വല്ലാണ്ട് ക്ഷീണിച്ചു എന്ന് പറയും. അപ്പോൾ ബാലേന്ദ്രൻ പറയും, ക്ഷീണമൊക്കെ ഇപ്പോൾ ഒരു കുളി കഴിഞ്ഞാൽ മാറില്ലേ. നീ ഗോവർദ്ധനന് ഒരു അടിപൊളി ചായ ഇട്ട് കൊടുത്തേന്ന് പറയും. ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വരാം. അപ്പം നമ്മുടെ ബാലേന്ദ്രൻ മുകളിലേക്ക് പോവും. അലീന ചായ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അലീനയും പോവും. അപ്പം നമ്മുടെ ബബിതയും രോഹിത്തും വരുന്നുണ്ട്. രോഹിത്ത് വന്നിട്ട് കാറിൻ്റെ കീ കൊടുക്കും ഗോവർദ്ധനന്. ബബിത ചോദിക്കും, എങ്ങനെയുണ്ട് അങ്കിളെ യാത്രയൊക്കെ, എവിടെയൊക്കെ പോയിന്ന്. അപ്പോഴേക്കും നമ്മുടെ അലീന ചായയും കൊണ്ട് വരും. അപ്പം ചായയിൽ ഷുഗർ പാകമാണോ നോക്കാൻ പറയും. ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന പാകം തന്നെയാണ്, ചായ നന്നായിട്ടുണ്ട് പറയും. അപ്പം അങ്കിൾ എവിടെ പോയി എന്നൊന്നും പറഞ്ഞില്ലല്ലോ, എവിടേക്കാ പോയി ചോദിക്കും ബബിത. അപ്പോഴും ഗോവർദ്ധനനൊന്നും പറയില്ല. രോഹിത്തിൻ്റെ ഡ്രൈവിങ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കും. അപ്പം അലീന പറയും, രോഹിത്ത് സ്റ്റിയറിങ് പിടിച്ചു എന്നുള്ളൂ, ഫുൾ കൺട്രോൾ ഞങ്ങൾ 3 പെണ്ണുങ്ങളായിരുന്നു പറയും. അപ്പം ബബിത വീണ്ടും ചോദിക്കും, എങ്ങോട്ടാ അങ്കിൾ പോയിന്നൊന്നും പറഞ്ഞില്ലല്ലോന്നും. അപ്പം ഗോവർദ്ധനൻ പറയും, ദയവ് ചെയ്ത് എന്നോടൊന്നും ചോദിക്കരുത്, ഞാൻ വെറും ഡ്രൈവർ മാത്രമായിരുന്നു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ബാലേട്ടനോട് ചോദിച്ചോളാൻ പറയും ഗോവർദ്ധനൻ. ഇതും പറഞ്ഞിട്ട് ഗോവർദ്ധനൻ പോവും. അപ്പോൾ ബബിത പറയും, അച്ഛൻ അലീന ചേച്ചിക്കുള്ളൊരു ഷെൽട്ടറും കണ്ടുപിടിച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നണതെന്ന്. അപ്പോൾ അലീന പറയും, നമ്മളാരും അച്ഛൻ്റെ അടുത്തൊന്നും ചോദിക്കേണ്ട, സമയമാകുമ്പോൾ അച്ഛൻ നമ്മളോടെല്ലാം പറയും. ബബിത പറയും, ചേച്ചി പോകുന്നതിൽ ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ, ചേച്ചിക്കൊരു ടെൻഷനും ഇല്ലാലേന്നു. അപ്പം അലീന പറയും, ഞാൻ പുറത്തേക്ക് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ, എനിക്ക് വല്ലാത്ത ടെൻഷനുണ്ട്, എന്താകുമെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ കഴിയുമ്പോൾ മനു ബാലേന്ദ്രന് ഫോൺ ചെയ്യും. അങ്കിൾ എവിടെയാ ചോദിക്കും. ഞാൻ എൻ്റെ വീട്ടിൽ. അങ്കിൾ എപ്പോഴാണ് തിരിച്ചെത്തിയ, ഞാൻ അറിഞ്ഞില്ലല്ലോ, ഞാൻ വരുന്നതും പോകുന്നതൊക്കെ നിന്നോട് പറയണം. അപ്പോൾ മനു പറയും, അങ്കിൾ പറഞ്ഞില്ലെങ്കിലും അങ്കിൾ എങ്ങോട്ടാണ് പോകുന്നതൊക്കെ ഞാൻ അറിയും. അലീനയുടെ പപ്പയെ കാണാനല്ലേ അങ്കിൾ പോയത്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കും, ഇതൊക്കെ എങ്ങനെയാണ് നീ അറിഞ്ഞത്? നീലഗിരിയിൽ പോയിട്ട് വല്യച്ഛൻ്റെ കയ്യിൽ നിന്ന് അഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടല്ലേ പുനലൂർക്ക് പോയത്. അത് വല്യച്ഛൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. വല്യച്ഛൻ പറഞ്ഞു, അങ്കിൾ പറഞ്ഞില്ലെങ്കിലും ഞാനിതൊക്കെ അറിയുമെന്ന് പറയും. അപ്പോൾ ബാലേന്ദ്രൻ പറയും, നീ അറിഞ്ഞതൊന്നും അലീനയോട് പറയരുത്, ഒരു സൂചന പോലും അവൾക്ക് കൊടുക്കരുത്. അയാൾക്ക് അവളെ വേണമെങ്കിൽ അവളും തമ്മിൽ കണ്ടുമുട്ടുന്ന ദിവസമേ അവൾ അറിയാൻ പാടുള്ളൂ സ്റ്റാൻലി ജോസഫ് അവളുടെ അച്ഛനാണെന്ന്. അല്ലെങ്കിൽ അവൾക്ക് ഒരേ അച്ഛനേ ഉള്ളൂ, അത് ഞാനാണ്. ഇനി അവൾക്ക് അച്ഛന് വേണ്ടാത്ത മകള് എന്നൊരു ദുഃഖം മൂടി താങ്ങാൻ അവൾക്ക് പറ്റില്ല. അതുകൊണ്ട് നീ ഇതൊന്നും അവളുടെ അടുത്ത് പറയരുതെന്ന് പറയും. മനു പറയും, ശരി. പിന്നെ കാണിക്കുന്നത് രേവതിക്കുട്ടീനെയാണ്. രേവതിക്കുട്ടി ചായ ഉണ്ടാക്കണം. അപ്പം ഗ്രേസമ്മയ്ക്ക് ചായ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ഗ്രേസമ്മ ചോദിക്കും, ഇന്ന് എന്ത് പറ്റി, ചായക്ക് കുറച്ച് സമയം എടുത്തല്ലോ എന്ന്. അപ്പോൾ രേവതിക്കുട്ടി ഭയങ്കര മൂഡ് ഓഫിലാണ്. എല്ലാവരും ഉണ്ടായിട്ട് പെട്ടെന്ന് പോയപ്പോൾ അതൊരു വല്ലാത്ത ശൂന്യതയായി. അപ്പം ഗ്രേസമ്മ പറയും, നീ അവരെ ഒന്ന് വിളിച്ചു നോക്ക്, എവിടെ എത്തിയെന്ന് അറിയാലോ, അപ്പോൾ ഒരു സമാധാനമാവുന്നു. അത് ശരിയാണല്ലോ, ഞാനെന്ത് ഇത്ര നേരം വിളിക്കാണ്ടിരുന്നെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് അലീനനെ വിളിക്കാൻ നിൽക്കുകയാണ്. അലീന കുറച്ച് തിരക്കിലായതുകൊണ്ട് കൃഷ്ണയാണ് വന്ന് ഫോൺ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളവിടെ എത്തിയിട്ട് എന്നെ ഒന്ന് വിളിച്ചില്ലല്ലോ എന്ന് രേവതിക്കുട്ടി പരാതി പറയുമ്പോൾ കൃഷ്ണ പറയും, അലീന ചേച്ചി പറഞ്ഞത് വിളിക്കേണ്ടെന്ന്, കുറച്ച് നേരം ഒന്ന് സമാധാനമായിട്ട് ഇരുന്നോട്ടെ. ഇത് കേട്ടോണ്ട് അലീന വന്ന് കൃഷ്ണയുടെ ചെവിക്ക് പിടിക്കും. അപ്പോൾ രേവതിക്കുട്ടിയോട് ചോദിക്കും, എന്താ ഞങ്ങളെയൊക്കെ മിസ് ചെയ്തോന്ന്, നിങ്ങൾ പോയപ്പോൾ ഒരു സുഖമില്ല,
സർക്കസ് കഴിഞ്ഞ് കൂടാരം ഒഴിഞ്ഞ് പോയ പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറയും. അതിനിടയ്ക്ക് ബബിത വരും. അപ്പോൾ ബബിത പറയും, എനിക്കും തീരെ പോരാൻ മനസ്സുണ്ടായിരുന്നില്ല, കുറച്ച് ദിവസം കൂടി നിൽക്കായിരുന്നു, പിന്നെ ഈ അലീന ചേച്ചി നിർബന്ധിച്ചോണ്ടാ. മാത്രമല്ല അച്ഛൻ ഇങ്ങോട്ട് വരുമ്പോഴേക്കും എത്തും വേണ്ടേ. അപ്പോൾ തിരക്കാണെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞ് രവതിക്കുട്ടി ഫോൺ വയ്ക്കാൻ നിൽക്കുമ്പോൾ രോഹിത്തിൻ്റെ കാര്യം ഓർമ്മ വരിക. അപ്പം കൃഷ്ണ രോഹിത്തിനെ വിളിച്ച് രോഹിത്തും രവതിക്കുട്ടിയും തമ്മിൽ സംസാരിക്കും. അപ്പം വീര എന്നൊക്കെ വിളിച്ച് കളിയാക്കിക്കൊണ്ടാണ് രവതിക്കുട്ടി സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ വിളിക്കാം കേട്ടോ എന്ന് പറയും രോഹിത്ത്. അത് കഴിഞ്ഞ് ഫോൺ വയ്ക്കും. നമ്മുടെ ബാലേന്ദ്രൻ കുളിയെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അലീന ചായയും കൊണ്ട് റൂമിലേക്ക് ചെല്ലുമ്പോൾ അലീന പറയും, ഇപ്പോൾ ഉഷാറായല്ലോ, ഇപ്പം അച്ഛൻ പോയ കാര്യം എന്തായി ചോദിക്കും അലീന. അപ്പോൾ ബാലേന്ദ്രൻ പറയും, അത് നീ ആദ്യം അകത്തേക്ക് വാ, എന്നിട്ട് ഞാൻ പറയാം, ഇതൊരു സീക്രട്ട് കോൺവെർസേഷനാന്ന് പറയും. അപ്പോൾ അലീന അകത്തേക്ക് വരും. അപ്പോൾ പറയും, ഞാൻ നിനക്ക് പറ്റിയൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം എവിടെയാ? കൊളത്തൂപ്പുഴ. കുറേ റബ്ബർ എസ്റ്റേറ്റൊക്കെ ഉള്ള ഒരാളുടെ വീടാ, വലിയ വീടാ, കുറേ സർവൻസും ഉണ്ട് അവിടെ എന്ന് പറയും. അപ്പോൾ ആളുടെ ഫാമിലിയൊക്കെ അതൊന്നും ഞാൻ അന്വേഷിക്കാൻ പോയില്ല. അപ്പോൾ സർവൻസൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ ആവശ്യം എന്താ ചോദിക്കും. അപ്പോൾ പറയും, അവിടെ വീട് നോക്കാൻ തന്നെ ഒരാൾ വേണം, തോട്ടം നോക്കാൻ ഒരാൾ വേണം, അവിടുത്തെ പട്ടികളെ നോക്കാൻ ഒരാൾ വേണം, നിനക്ക് അവിടെ ചെന്ന് ഇഷ്ടംപോലെ പണിയുണ്ടാവും. അയാൾ സമ്മതിക്കുകയാണെങ്കിൽ നിനക്ക് അവിടെ കിട്ടിയ രക്ഷപ്പെട്ടു, നിനക്ക് ഇതിലും നല്ല സേഫായിട്ടുള്ള സ്ഥലം വേറെ ഇല്ല എന്ന് പറയും. അപ്പം അലീന പറയും, അപ്പോൾ അവിടെ സർവൻസിന് ആവശ്യമില്ലേ? അപ്പം അച്ഛൻ എന്നെ വേണ്ട, സർവൻസിന് ആവശ്യമില്ലാത്തൊരു സ്ഥലത്തേക്ക് എന്നെ കുത്തി കയറ്റാനാണ് നോക്കുന്നത്. ഞാൻ കരുതി അച്ഛൻ എന്നെ ഒരു സർവൻറ്റിന് ആവശ്യമുള്ള സ്ഥലത്തേക്ക് കയറ്റാനാണ് നോക്കുന്നതെന്ന്. ഇതിപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? അപ്പോൾ ബാലേന്ദ്രൻ പറയും, അയാൾ സമ്മതിക്കട്ടെ, സമ്മതിച്ച് കഴിഞ്ഞാൽ നീ രക്ഷപ്പെട്ടു, നമുക്ക് നോക്കാമെന്ന് പറയും.